ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭാരം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അത്ഭുതകരമായ ഒരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു സമർപ്പണ ശുശ്രൂഷയാണ്. കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തി നീ ആയിരിക്കുന്നിടത്തേക്ക് കടന്നു വന്ന് നിന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കുക. നമ്മുടെ മുമ്പിലേക്ക് ഉൽപ്പത്തി പുസ്തകം ഒരു സുന്ദരമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുവാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ അബ്രാഹത്തിന്റെ ബലി എന്നാണ്. എന്താണ്? അബ്രാഹത്തിന്റെ ബലി. പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തിന്റെ ബലിയിൽ അബ്രാഹം, നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ പോവാണ്. അബ്രാഹം തൻ്റെ മകൻ്റെ പേര് ഇസഹാക്ക്. ഈ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ദേ ഏത് മല? മോറിയ മലയിലേക്ക് ഇങ്ങനെ പോവാണ്. മോറിയ മല. എന്തിനാണ് പോകുന്നത്? ആരെ ബലിയർപ്പിക്കാൻ? ആരെ ബലിയർപ്പിക്കാൻ? ഇതാണ് ചോദ്യം. മകനെ ബലിയർപ്പിക്കാനാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ അബ്രാഹം ഇസഹാക്കിന് ബലിയർപ്പിക്കാൻ. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ഈ ഇസഹാക്ക് ചോദിക്കും. ഏതാ ചോദ്യം? 8-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 22-ാം അധ്യായം 8-ാം തിരുവചനം 22:8. ഒരു നല്ല ഉത്തരം വായിക്കാം കേട്ടോ. 7-ാം വചനമാണ് ചോദ്യം. ഈ ചോദ്യം വായിച്ചോ, അപ്പൊ നമുക്ക് ഉത്തരം കൂടെ കിട്ടും. വായിക്കാം. 7-ാം വചനം. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ. എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഇതാണ് ചോദ്യം. തീയുണ്ട്, വിറകുണ്ട്, അപ്പോൾ ദഹനബലിക്കുള്ള കുഞ്ഞാട്, ദഹനബലിക്കുള്ള ഇര എവിടെ? അപ്പൊ അബ്രാഹാം കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. വായിച്ചേ. അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കൂടെ ഒന്ന് ഏറ്റു പറയോ. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. ദൈവം തന്നെ തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് അബ്രാഹാം മലമുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ ഒരു നിമിഷത്തിൽ കണ്ണുനീരോടെയാണ് യാത്ര. കാരണം വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് അത്രമേൽ ഒരപ്പൻ്റെ വിഷമമാണ്. അത്രമേൽ വലിയൊരു അപ്പൻ്റെ വിഷമം. ഈ അപ്പൻ ഈ മകനെയും കൊണ്ട് ഈ മോറിയ മലയിലേക്ക് പോകുമ്പോൾ മകൻ്റെ ചോദ്യം ചങ്ക് പെടയുന്ന ചോദ്യമാണ്. അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ടല്ലോ, പക്ഷേ കുഞ്ഞാടെവിടെ? അപ്പോൾ അപ്പൻ കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഠിക്കേണ്ട മറുപടി. എന്താണ് മറുപടി? കുഞ്ഞാടിനെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ ചോദ്യമാണ്. ഇതിങ്ങനെ പ്രശ്നമാണല്ലോ. എവിടെ ഉത്തരം? എവിടെ ഉത്തരം? ഇത് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കും? എങ്ങനെ ചെന്ന് അവസാനിക്കും? എവിടെ ഉത്തരം? ബൈബിള് പറയുന്നു ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, പ്രശ്നമുണ്ടോ? പരിഹാരമുണ്ട്. ദൈവം തരും. പറഞ്ഞു കൊടുത്തേ. പരിഹാരമുണ്ട്. ദൈവം തരും. ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാത്ര മുന്നോട്ട് നീങ്ങി മോറിയ മലയിൽ എത്തിയപ്പോൾ 22-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 14-ാം തിരുവചനം. ഇതാണ് നമ്മൾ പഠിക്കേണ്ട വചനം. വായിച്ചോ. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹീരേ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാഹ്വേ ഇരേ, യഹോവ ഇരേ. യഹോവ പറഞ്ഞേ. യഹോവ ഇരേ. എന്ന് പറഞ്ഞ ഇരേ. യഹോവ ഇരേ. അത് ഒറ്റ വാക്കാണ്, അല്ലേ?
യഹോവ ഇരെ. ഇരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. ഒരു ഹീബ്രു വാക്കാണ് കാണുക. പറഞ്ഞ കാണുക, കാണുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് കാണുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് മുൻകൂട്ടി കണ്ട് ഒരുക്കുന്ന ഒരു കാര്യത്തെയാണ്. മുൻകൂട്ടി കണ്ട് ഒരുക്കുന്ന ഒരു കാര്യം. അതാണതേ അബ്രാഹം അതിന് ആ മലയ്ക്ക് അബ്രാഹം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കർത്താവ് പ്രദാനം ചെയ്യും. പറഞ്ഞേ യഹോവ ഇരേ. വാ തുറന്ന് പറ യഹോവ ഇരേ. ഇത് പറയണം കേട്ടോ. ഇന്ന് ഈ ദിവസം നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം പ്രദാനം ചെയ്യും കേട്ടോ. ദൈവം പ്രദാനം ചെയ്യും. അതാണ് അബ്രാഹം നമ്മുടെ മുമ്പിൽ വലിയ ഒരു പാഠമായി പഠിപ്പിക്കുകയാണ്. പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നോ, വിഷമത്തിന്റെ മുമ്പിൽ നിൽക്കുന്നോ, നീ വിശ്വസിക്കൂ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രദാനം ചെയ്യും. കർത്താവ് പ്രദാനം ചെയ്യും. യഹോവ ഇരേ, ദൈവം പ്രദാനം ചെയ്യും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നമ്മളോട് തന്നെ പറയണം. അബ്രാഹത്തിന്റെ വിശ്വാസം അത് ഹൃദയത്തിലോട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് തന്നെ പറയണം, ദൈവം പ്രദാനം ചെയ്യും, ദൈവം പ്രദാനം ചെയ്യും. യെസ്, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ടോ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. വിശ്വസിക്കണം. ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ഈ പ്രതിസന്ധിക്കൊരു ഉത്തരമുണ്ട്. ദൈവം എനിക്ക് പ്രദാനം ചെയ്യും, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. മകനെയോർത്തും മകളെയോർത്തും ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുടെ ഇവിടെയുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കൂ, എൻ്റെ ദൈവം പ്രദാനം ചെയ്യും, എൻ്റെ ദൈവം പ്രദാനം ചെയ്യും. വിവാഹ തടസ്സം ഭാരപ്പെട്ടിരിക്കുന്നവരെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം വിശ്വസിക്കുക, ദൈവം പ്രദാനം ചെയ്യും. ജോലിയുടെ ഭാരം ദൈവം പ്രദാനം ചെയ്യും. ഏതെങ്കിലും ബന്ധ തകർച്ചകൾ, നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചു, ചതിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി, എന്നാൽ വിശ്വസിക്കൂ, നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു നൽകും. നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റും. ഇത് വചനമാണ്, ഇത് നിനക്കുള്ള ദൂതാണ്. നീ അത് ഏറ്റെടുക്കുക. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദൈവം നിനക്ക് വേണ്ടി പ്രദാനം ചെയ്യും. യഹോവ ഇരേ, യഹോവ ഇരേ. ഇത് സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് നീ വിശ്വസിച്ചോ. ഇത് നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഓ ദൈവമേ, അബ്രാഹത്തിൽ സംഭവിച്ചതുപോലെ വലിയൊരു ദൈവ പ്രവൃത്തി എന്നിൽ സംഭവിക്കട്ടെ. അബ്രാഹത്തിൽ സംഭവിച്ചതുപോലെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ എൻ്റെ ജീവിതത്തിലും ദൈവമേ അങ്ങ് പ്രദാനം ചെയ്യണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അങ്ങ് പ്രദാനം ചെയ്യും. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവം പ്രദാനം ചെയ്യും. യഹോവ ഇരേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പറ, ഇത് ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കർത്താവ്, ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് ഇത് പ്രദാനം ചെയ്തു തരും, എനിക്കിത് തരും. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. കർത്താവെ, വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിബന്ധത്തിൽ, എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കർത്താവെ ഞാനിത് വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു കർത്താവെ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം പ്രദാനം ചെയ്യും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷ ഒരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം ഒരു പരീക്ഷ ഒരുക്കുമ്പോൾ അതിനുള്ള പരിഹാരവും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? ദൈവം, അതായത് അബ്രാഹം ഈ ഭാരവുമായിട്ട്
ദേ മലയുടെ ഒരു വശത്തു നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഓർക്കണം, മലയുടെ അപ്പുറത്ത് വശത്ത് ദൈവം ദേ ഈ അബ്രാഹത്തിന്റെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള ഉത്തരവുമായിട്ട് അബ്രാഹത്തിന് മുമ്പേ ആ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നീ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ മലമുകളിലേക്ക് വിഷമിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും നിന്റെ ദൈവം നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരവും എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇത് വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും മാത്രമേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിന്റെ കുഴപ്പം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ 100 തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പിറുപിറുത്ത് കുറ്റം പറഞ്ഞ് പരാതിയും പറഞ്ഞ് ജീവിക്കും. വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. അനുസരിക്കാൻ തയ്യാറാണോ ഇത് നമ്മൾ അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രശ്നമുണ്ടോ അതിന് പരിഹാരവുമുണ്ട്. പറഞ്ഞേ ആമേൻ. ആമേൻ. ഇതല്പം കൂടെ നന്നായി മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേർഡ്സ് 6. 6:6. യോഹന്നാൻ 6:6. നമുക്കറിയാവുന്നൊരു വചനഭാഗമാണ്. 6-ാം അധ്യായത്തിന്റെ ഹെഡിങ് ഒന്ന് നോക്കിക്കേ. എന്താ ഹെഡിങ് എന്ന് കണ്ടോ? അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നു. കണ്ടോ? അപ്പം വർദ്ധിപ്പിക്കുന്നു. അതായത് ഇങ്ങോട്ട് നോക്കിക്കേ, ശ്രദ്ധിച്ചിരുന്ന് നിവർന്നിരുന്നേ. അതായത് ഈശോ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനം ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. 1ഉം 2ഉം അല്ല, 5000-10,000 ജനം ഇരിക്കുന്നു. അപ്പൊ ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് ശിഷ്യന്മാർക്കും വിഷമം, ഈശോയ്ക്കും വിഷമം. എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ കൊടുക്കണ്ടേ? അപ്പൊ ഉടനെ ഈശോ അവരോടൊരു കാര്യം പറയും. നിങ്ങൾ എന്തുണ്ടെന്ന് നോക്കാൻ പറയും. 6-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം 6-ാം തിരുവചനം. അവനെ പരീക്ഷിക്കാനാണ് യേശു ചോദിച്ചത്. അവരെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അടുത്ത വചനം. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അത് ശ്രദ്ധിച്ചേ. ഇങ്ങോട്ട് നോക്കിക്കേ, എന്റെ കൂടെ പറയോ. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞാലോ. എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ പറഞ്ഞാൽ പിറുപിറുക്കുന്ന അനുഗ്രഹം കിട്ടുള്ളൂ. 4 ഓച്ചത്തിൽ പറയണം. പറഞ്ഞേ. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിയാണ്. എന്ത് പ്രതിസന്ധി? മുമ്പിലിരിക്കുന്ന ജനക്കൂട്ടി ഇവർക്ക് ഇത് എവിടുന്നെടുത്ത് കൊടുക്കും? ചോദ്യം. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ബൈബിളിൽ ഒരു കുഞ്ഞു കാര്യം എഴുതി വെച്ചിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഏതൊരു പ്രതിസന്ധിയും നിങ്ങൾ ഓർത്തോണേ. നിങ്ങൾ ചെന്ന് നിൽക്കുന്ന കടല് നമ്മൾ ചിന്തിച്ച് ഇസ്രായേൽ ജനം മുമ്പിൽ നിൽക്കുക. എവിടെയാ മുമ്പിൽ എന്നറിയോ? ചെങ്കടലിന്റെ മുമ്പിലാണ് നിൽക്കണം നിപ്പ്. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ട. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനം. ഷെടാ, ഈ ഇസ്രായേൽ ജനത്തെ ഈ ചെങ്കടലിന്റെ മുമ്പിലേക്ക് എത്തിച്ചത് ആരാ? അല്ല, ഇവർക്ക് തോന്നിയതുപോലെയാണ് യാത്ര ചെയ്തെത്തിയത്? അന്ന് വല്ല ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ഇല്ലെന്ന്. അപ്പൊ ഇവർ യാത്ര ചെയ്തത് മുഴുവൻ ദൈവം പറഞ്ഞിട്ടല്ലേ? അല്ലേ? മേഘം ഉയരുന്നത് വരെ. പുറപ്പാട് പുസ്തകം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവസാനത്തെ അധ്യായ വചനങ്ങളിൽ മേഘം ഉയരുന്നത് വരെ ഇസ്രായേൽക്കാർ ഇങ്ങനെ കാത്തിരുന്നു. മേഘം ഉയരുമ്പോൾ അതിൻ്റെ പുറകെ യാത്ര ചെയ്തു. അപ്പൊ കുറ്റി അടിച്ചതും കുറ്റി പറിച്ചതും ഏത്? ഇസ്രായേൽ ജനത്തിന്റെ കൂടാരത്തിന്റെ കുറ്റി അടിച്ചത്, എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചത്, എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചത് മുകളിൽ മേഘം ദൈവ സാന്നിധ്യത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആരാണ്? പറ. ദൈവം അല്ലേ? അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം. ഇതെന്നാ പരിപാടിയാ? ഇതെന്ത് പരിപാടിയാണ്? ഈ ചെങ്കടൽ കടക്കാതെ അപ്പുറത്തോട്ട് പോകാമല്ലോ. എന്തിനാ ഈ ചെങ്കടൽ കടക്കാൻ ഈ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന്? ഇതെന്തിനാ ഇതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്കുന്നില്ലേ, എൻ്റെ ദൈവമേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തത്, എന്നിട്ട് എന്തിനാ എന്നെ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഇനി എന്താ ചെയ്യേണ്ടത്?
ഇറങ്ങി ഓടാന്ന് വിചാരിച്ചത് പറ്റത്തുമില്ല. എന്താ ചെയ്യണ്ടേ? ഒരു പിടുത്തം കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. ഒരു മാസം മുമ്പ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും ഡൽഹിയിലാണ് അവർ താമസിക്കുന്നത്. എനിക്ക് ഇവർ ഇച്ചിരി പരിചയമുണ്ട് ഡൽഹി വെച്ച്. അപ്പം അതുകൊണ്ട് നാട്ടിൽ വന്നപ്പോൾ ഈ ഭാര്യ, ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണേ. ഞാൻ ചോദിച്ചു എന്തിനെക്കുറിച്ചാ? അച്ഛാ എൻ്റെ ജീവിത പങ്കാളി അച്ഛൻ അറിയാമല്ലോ, ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ് അച്ഛാ. കർത്താവ് ഇടപെടണം അച്ഛാ, കർത്താവ് ഇടപെടണം. നിങ്ങൾക്കറിയോ, ഈ ജീവിത പങ്കാളിയുമായിട്ട് ഇവിടെ വന്നു, പക്ഷേ ഈ മനുഷ്യൻ പിടുത്തം തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ഞാൻ ഓരോരുത്തരും കണ്ട് പ്രാർത്ഥിക്കും, അവരെയൊക്കെ വിളിക്കും. ഇയാൾ വന്നില്ല, ഇയാൾ വന്നില്ല. ഭാര്യ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ദേ അയാൾ അച്ഛൻ്റെ അടുക്ക വന്നിട്ടില്ല, അയാളെ ഒന്ന് കാണണ്ടേ. ഞാൻ പറഞ്ഞു കാണാം, ദൈവം ഇടപെടും. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കൃത്യമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുണ്ട്. പക്ഷെ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മര്യാദയ്ക്ക് കുമ്പസാരിച്ചോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധ്യാനത്തിൻ്റെ അവസാന ദിവസം എല്ലാവർക്കും ഒരു സമ്മാനം പോലെ ഒരു വചനം കൊടുക്കും. വചനം സ്വീകരിക്കാൻ ഇയാൾ ഗതികേട് കൊണ്ട് മുമ്പിൽ വരണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദേ ഇത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് വേണം പോകാൻ, എന്നെ കണ്ടിട്ട് വേണം, ഇത് അവസാനമെങ്കിൽ എൻ്റെ കൈ കിട്ടട്ടെ എന്നോർത്ത് കൈ പിടിച്ചതാ. ഇയാൾ വന്നില്ല. എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഇയാൾ വന്നില്ല. കാരണം ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട് അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ വന്നു. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും അറിയാം. ഒരുപക്ഷെ അതിൻ്റെ അപമാന ഭാരം കൊണ്ടായിരിക്കാം. പക്ഷെ പുള്ളി വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ആ ഭാര്യ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പോകുന്നതിന് മുമ്പ്, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ചതാ അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ച് കല്യാണം കഴിച്ചതാ, അല്ലാതെ ഇത് ഞാൻ പോയി കണ്ടുപിടിച്ചൊന്നുമല്ല. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെയുള്ള ആളാ. പക്ഷെ അച്ഛാ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർ വിപരീതം. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടെന്ന്. കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ, ഏത് കടൽ? ചെങ്കടല് ഇങ്ങനെ പരന്ന് കിടക്കുക. ദൈവം പറഞ്ഞിട്ടല്ല ഞാൻ എത്തിയത്, ഇതെന്നാ മര്യാദയാ, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. വല്ലാത്ത വിഷമം. ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാരുടെ അവസ്ഥ എന്താ? പുറകെ വരുന്നു ആര്? ഫറവോയും കൂട്ടരും. ഇതെങ്ങോട്ട് പോകും? അച്ഛ ഇട്ടിട്ട് പോകാൻ പറ്റൂ, 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ലല്ലോ ഈ കടലിന്റെ മുമ്പിൽ കൊണ്ട് എന്നെ നിർത്തിയിരിക്കുന്നത്. എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സഹോദരി ദൈവമാണോ കൊണ്ടുവന്നത്? ദൈവത്തിനൊരു വഴിയുണ്ട്. അച്ഛ ഇതെങ്ങനെ മനസ്സിലാകും? എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിഷമം, ഭാരം. ആ ദിവസങ്ങൾ കണ്ണുനീരോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ സംഭവിച്ചൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാം. സംഭവിച്ചത്, ഇവരിത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. ഇദ്ദേഹത്തിന് ഇവിടുത്തെ ധ്യാനം കഴിഞ്ഞ ദിവസം മുതൽ ഉറക്കം കിട്ടുന്നില്ല. സാധാരണഗതിയിൽ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? അല്ലേ? കിട്ടണ്ടേ? ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ദേ എന്ത് കിട്ടി? ഉറക്കം. കണ്ടില്ലേ? അതിരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? വീട്ടിലിരുന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, പക്ഷെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഇരുന്നു, ഉറക്കം. അപ്പൊ സാധാരണഗതിയിൽ മനുഷ്യന് കിട്ടേണ്ട അതാണ്, നല്ല ഉറക്കം കിട്ടും അല്ലേ? പക്ഷെ ഈ മനുഷ്യന് ധ്യാനം കൂടി കഴിഞ്ഞ് ഉറക്കം പോയി. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പോയി 4-5 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ദിനത്തിൽ അവരുടെ ഇടവകപ്പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് ഈ മനുഷ്യൻ പറഞ്ഞു, എടി എനിക്കൊരു നല്ല കുമ്പസാരം നടത്തണം. ഭാര്യ വാവളിച്ചു നോക്കി. ഇതേ കഴിഞ്ഞ ആഴ്ചയല്ലേ ധ്യാനം കൂടി വന്നത്, ഇനിയിപ്പോൾ എന്ത് കുമ്പസാരം? എന്താ ചേട്ടൻ എന്നാ ഉദ്ദേശിക്കണേ? അതേടി എനിക്കൊന്ന് ഹൃദയം തുറന്ന് കുമ്പസാരിക്കണം. അവരുടെ ഇടവകപ്പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന് ആദ്യം ചെയ്ത പ്രവൃത്തി ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്കൊരു നീണ്ട വോയിസ് മെസ്സേജ് അയച്ചു. ആദ്യം അദ്ദേഹം പറഞ്ഞ, അച്ഛാ റിയലി സോറി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അച്ഛാ. എനിക്കിന്നാണ് എൻ്റെ തലയ്ക്കകത്ത് പ്രകാശം നിറഞ്ഞത്, എനിക്ക് ബോധം വന്നത് അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഈ കുടുംബം കടന്നു പോകുന്ന സന്തോഷം ഉണ്ടല്ലോ, ഈ കുടുംബം കടന്നു പോകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കടലിൻ്റെ മുമ്പിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കടല് കടക്കാനുള്ള വഴിയും കൂടെ ദൈവം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒച്ചത്തിപ്പറ ആമേൻ, ആമേൻ. സംഭവിക്കും.
നിന്നെ കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ എന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ ബൈബിളിൽ ഒരു വചനം നമ്മൾ പഠിച്ചിട്ടില്ലേ? യേശു എന്തു ചെയ്യണമെന്ന് നേരത്തെ കരുതിയിരുന്നു. കടലിന്റെ മുമ്പിൽ കൊണ്ട് ഇസ്രായേൽ ജനത്തെ നിർത്തി. ഇസ്രായേൽ ജനം നോക്കിയിട്ട് കടൽ മാത്രമേ, വെള്ളം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ദൈവം കണ്ടതെന്താണ്? ആ കടലിന്റെ നടുവിൽ വരണ്ട നിലം ആര് കണ്ടിട്ടുണ്ട്? ദൈവം കണ്ടിട്ടുണ്ടെന്ന്. ആ വരണ്ട നിലത്തൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ദൈവം കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണേ, ഇത് നിങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമായി സ്വീകരിക്കേണ്ട ഒരു പാഠമാണ്. വെറുതെ ഇവിടെ ഇരുന്ന് കേട്ടിട്ട് പോകാനല്ല, മറിച്ച് എൻ്റെ ദൈവമേ, ഞാൻ നിൽക്കുന്ന കടലും ഞാൻ നിൽക്കുന്ന പ്രതിസന്ധിയും ഞാൻ നിൽക്കുന്ന മലയും എൻ്റെ മുമ്പിൽ പ്രതിസന്ധിയാണ്, ഉത്തരമില്ല. പക്ഷേ കർത്താവേ, അങ്ങയുടെ മനസ്സിൽ അതിനുള്ള ഉത്തരമുണ്ട്. സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ബുദ്ധിയിൽ തോന്നുന്നതല്ലെന്ന് ദൈവത്തിന്റെ മനസ്സിൽ ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമുണ്ട്. പരീക്ഷയുണ്ടോ? പരിഹാരം അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറ, പരീക്ഷയുണ്ടോ? പരിഹാരമുണ്ട്. ഉറപ്പ്. പരീക്ഷയുണ്ടോ? അവിടെ പരിഹാരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചേ. 6-ാം തിരുവചനമാണ് നമ്മൾ ഇങ്ങനെ കണ്ടത്. യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. 7-ാം വചനം വായിച്ചേ. പീലിപ്പോസ് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞെന്ന് വായിച്ചേ. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. പീലിപ്പോസ് സാധാരണക്കാരൻ, നമ്മളെ പോലെ ഒരുത്തൻ. അവൻ കണക്ക് കൂട്ടി. അവൻ എന്ത് ചെയ്തു? കണക്ക് കൂട്ടി. മുമ്പിൽ ഇരിക്കുന്നവരെ വെച്ചുകൊണ്ട്, കയ്യിലിരിക്കുന്നതിനെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇരിക്കുന്നത് എന്തും കൂട്ടിക്കൊണ്ടാ? കണക്കും കൂട്ടിക്കൊണ്ടാ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിന്റെ തലയിൽ ഒരു കണക്ക് നീ കൂട്ടി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെയായിട്ട് അങ്ങനെയായിട്ട് ഇങ്ങനെ പോയിട്ട് എന്ത് കണക്ക് കൂട്ടൽ? നിന്റെ മനസ്സിലെ കണക്ക് കൂട്ടലല്ല, മറിച്ച് ഈശോ നോക്കുന്നത് നിന്റെ വിശ്വാസത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയാ. അല്ലാതെ നിന്റെ ബുദ്ധി, നിന്റെ കഴിവ്, നിന്റെ കണക്ക് കൂട്ടലുകൾ 100,000 കണക്ക് കൂട്ടലാണ്, അതല്ലെന്ന്. ദൈവം നോക്കുന്ന നിന്റെ വിശ്വാസത്തെയാണ്. ശിഷ്യന്മാര് നോക്കിയത് അപ്പം എടുത്ത് എണ്ണാൻ തുടങ്ങി. എന്നാൽ ഈശോ കണ്ടത് ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കുന്ന വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ്, വിശ്വാസത്തെയാണ് കണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഏത് വിഷയത്തിന്റെ മുമ്പിലും അപ്ലൈ ചെയ്യണം. യെസ്, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സാമുവേലിന്റെ 1-ാം പ്രവചനം നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാൻ മറ്റൊരു വചനഭാഗം എടുത്തു നോക്കിക്കോ. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 47-ാം തിരുവചനം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 17 വേഴ്സ് 47. സാമുവേലിന്റെ 1-ാം പ്രവചനം 17:47. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. കണ്ടോ, ദാവീദ് പറയുവാണ്. ആരെക്കുറിച്ചാണ് പറയണത്? ഗോലിയാത്ത്. മുമ്പിൽ ഗോലിയാത്ത് നിൽക്കുന്നു. എല്ലാവരും കണ്ടത് ആരെയാ കണ്ടത്? ഗോലിയാത്തിനെ കണ്ടു, മഹാമാരി പോലെ നിൽക്കുന്ന ഗോലിയാത്ത്. പക്ഷേ ദാവീദ് കണ്ടത് ആരെയാ? ദൈവത്തെയാണ് കണ്ടത്. അതാ വ്യത്യാസം. എല്ലാവരും കണ്ടത് മുമ്പിൽ ഇങ്ങനെ ഭീകരമായിട്ട് നിൽക്കുന്ന പ്രതിസന്ധി, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഈ പീറ ചെറുക്കൻ എന്തു ചെയ്യാനാണ്. പക്ഷേ ദാവീദ് കണ്ടത് മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയല്ല, മറിച്ച് പ്രതിസന്ധികൾക്ക് മുകളിലുള്ള ദൈവത്തെയാണ് കണ്ടത്. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇതൊരു ആത്മീയ പാഠമാണ്. ഏത് കണ്ണുനീരിന്റെയും ഏത് ദുഃഖത്തിന്റെയും ഏത് ചോദ്യത്തിന്റെയും മുമ്പിൽ നമ്മൾ കാണേണ്ടത് ചോദ്യത്തെയും പ്രശ്നത്തെയും അല്ല, മറിച്ച് നമ്മൾ കാണേണ്ടത് ഇതിന് പരിഹാരം നൽകുന്ന ദൈവത്തെയാണ്. ആമേൻ, ആമേൻ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ പ്രശ്നം ചെറുതായി വരും. ദാവീദ് എന്ന് പറയുന്ന പീറ ചെറുക്കൻ ഈ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിഷമിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ദാവീദിന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഇല്ലെന്ന്. കാരണം എന്താ? ഇവന്റെ പൊക്കം തന്നെ നോക്കി കഴിഞ്ഞാൽ പറ്റുമോ? കാരണം ഇവൻ ഇങ്ങനെ മഹാമാരി പോലെ നിൽക്കുന്ന ഗോലിയാത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, ഈ പ്രശ്നത്തിലോട്ട് നോക്കിക്കൊണ്ട് നിന്നാൽ ദാവീദിന്റെ ഉള്ളിൽ എന്ത് വരും? അപകർഷതാബോധം വരും. ഞാൻ എന്തൊരു പൊക്കം കുറഞ്ഞവൻ, എനിക്കെന്ത് കഴിവുണ്ട്,
എനിക്ക് എന്ത് പശ്ചാത്തലമുണ്ട് യുദ്ധം ചെയ്യാൻ? എനിക്ക് കഴിവൊന്നും ഇല്ലല്ലോ. ഈശോ നോക്കുന്നത്, ദേ ശ്രദ്ധിച്ചോളൂ, നിന്റെ കഴിവ്, നിന്റെ കുടുംബ പാരമ്പര്യം, നീ എന്ത് നേടി, നിന്റെ ബിരുദാനന്തര ബിരുദം ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇന്ന കുടുംബത്തിലാണല്ലോ പിറന്നത്, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ആകപ്പാടെ തല്ലിപ്പൊളിയാണല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മര്യാദയ്ക്കൊന്ന് പഠിച്ചൊരു ഒരു നല്ല ജോലി പോലും ഇല്ലല്ലോ, ഞാൻ നന്നായിട്ട് പഠിച്ചില്ലല്ലോ, അങ്ങനെ തുടങ്ങി കുറേ അധികം കുറവുകൾ. ദാവീദ് അവൻ്റെ കുറവിലേക്കല്ല നോക്കിയത്, മറിച്ച് പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്കാണ് നോക്കിയത്. ഹാലേലുയാ, ഹാലേലുയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചേ. അല്ല, ഒച്ചത്തിലൊന്ന് വിളിച്ചേ. അല്പം കൂടെ ഒച്ചത്തിലൊന്ന് വിളിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏത് പ്രതിസന്ധിയിലും നമ്മൾ നോക്കേണ്ടത് പ്രശ്നത്തെയല്ല, മറിച്ച് പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് നൽകുന്ന കൃപയാണ്. അത് സ്വർഗത്തിലേക്കാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ആ ദാവീദ് പറഞ്ഞത് 47-ാം തിരുവചനം, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. പറഞ്ഞേ. അതായത് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഇത് ആരുടെയാ? എൻ്റെ പ്രതിസന്ധിയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇരിക്കും. എന്നാൽ ഈ പ്രതിസന്ധി ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവം നോക്കിക്കൊള്ളും. സ്വരത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. നമുക്ക് വളരെ പരിചിതനായ മറ്റൊരാളാണ് യഹോഷാഫാത്ത് എന്ന് പറയുന്നയാള്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം അതിന്റെ 20-ാം അധ്യായം, ചാപ്റ്റർ 20, 20-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ കണ്ടാൽ നമുക്കറിയാം, ഇതാ യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവിനെതിരെ 4 വശത്തു നിന്നും ആക്രമണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 20-ാം അധ്യായം 15-ാം തിരുവചനം വചനത്തിൽ ഇങ്ങനെയുണ്ട്. യഹസ്യേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ആമേൻ. നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. കാരണം നിങ്ങൾക്ക് പൊരുതാൻ ഇത്രയൊക്കെ കഴിവേ ഉള്ളൂ. നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നീ തിരിച്ചറിയണം, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷേ ദൈവമാണ് നിനക്ക് വേണ്ടി പൊരുതുന്നത്, ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവമാണ് നിനക്ക് വേണ്ടി നിലകൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതങ്ങ് ചങ്കും കൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചോണം. യഹോഷാഫാത്ത് രാജാവിനോട് ദൈവിക സന്ദേശം കിട്ടിയത് അങ്ങനെയാണ്, കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പറഞ്ഞേ ആമേൻ, ആമേൻ. നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പറഞ്ഞു കൊടുത്തേ, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പറഞ്ഞേ, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ അത് മനസ്സിൽ കണ്ടോണം. നമ്മൾ ഓരോ പ്രവർത്തിക്ക് മുമ്പിൽ, അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, എനിക്കിതിനുള്ള കഴിവുണ്ടോ, ഗുണമുണ്ടോ, കുടുംബ പാരമ്പര്യമുണ്ടോ, എന്താണ് എൻ്റെ അവസ്ഥ? ഇത് ചിന്തിച്ചാൽ നമുക്കൊന്നും സാധ്യമല്ല. നമ്മളിത് ചിന്തിക്കും തോറും നമ്മൾ ഇല്ലായ്മയിലേക്കും ഭയത്തിലേക്കും പോകും. അതുകൊണ്ടാ വചനം പറഞ്ഞത്, ആദ്യം തന്നെ പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുറവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. കേട്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വലിയ ആത്മീയ സത്യമാണിത്. പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ട ഒരു പെൺകുട്ടി, കരച്ചിലും പിഴിച്ചിലും, അവൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അച്ഛാ എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. സംസാരിച്ചു വന്നപ്പോൾ ഇവള് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിൻ്റെ തലയ്ക്കകത്തോട്ട് കയറി, എൻ്റെ ജീവിതം തീർന്നു. ഇതാണിപ്പോൾ തലയ്ക്കകത്തിരിക്കുന്നത്. എൻ്റെ ജീവിതം തീർന്നു, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഞാൻ നന്നാവില്ല. ഈ നെഗറ്റീവ് കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല.
പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഏത്? ഭയം. ആ വ്യക്തിയെ പുറകോട്ട് വലിക്കും, എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വലിക്കും. എന്നാൽ നിനക്ക് വേണ്ടി പൊരുതും ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത്ഭുതകരമായ പ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവോടെ പ്രവർത്തിക്കും. ശ്രദ്ധ പറയാം, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ പരിശുദ്ധാരാധനയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം, നീ കടന്നു പോകുന്ന അവസ്ഥ ദൈവത്തിനറിയാം. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്. യെസ്, ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. എൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും ആ വഴി ഏതെന്നറിയാതെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണക്കുകൂട്ടി നിൽക്കുന്നു. എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇതാ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വഴി എനിക്ക് തെളിയിച്ചു തരണമേ. ഇസ്രായേൽ ജനം കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വഴിയില്ല. അവരുടെ ബുദ്ധിയിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള അറിവിൽ അവർക്കൊരു വഴിയില്ല. എന്നാൽ കടലിൻ്റെ കരയിലെത്തിച്ച ദൈവം ആ കടലിന് നടുവിലൂടെ ഒരു വഴി കണ്ടിട്ടുണ്ട്.
ഒരു വരണ്ട വഴി കണ്ടിട്ടുണ്ട്. കടന്നു പോകാൻ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവേ, ആ വഴി എന്നെ പഠിപ്പിക്കണമേ. ഒരുപക്ഷെ നീ ഇന്ന് ചിന്തിച്ചിരിക്കുന്നത് എല്ലാം തീർന്നു അവസാനിച്ചു എന്നാണോ? അല്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസർ മരിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞു. ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയ അവന്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്നു. കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഈശോ ദൈവജനത്തെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. പലതിനെയും നമ്മൾ ഇങ്ങനെ ചീഞ്ഞഴിഞ്ഞത്, ഇനി രക്ഷയില്ല എന്ന് കരുതി പല കല്ലറകളിലും അടക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ കർത്താവ് ആ കല്ലറയിൽ അടക്കം ചെയ്തത്, കല്ലുരുട്ടി വെച്ച് ആർക്കും തുറന്നു പുറത്തു വരാൻ പറ്റാത്തവണ്ണം നീ ബന്ധിച്ചത്, ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയത്, വരണ്ടത് എന്ന് തുടങ്ങി ഏത് വിഷയത്തിലും കർത്താവ് പ്രവർത്തിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒറ്റ കാര്യം, പരീക്ഷ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? പരിഹാരം ഉണ്ട്. അതാണ്. അതങ്ങോട്ട് ഏറ്റെടുത്തോ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. വിശ്വസിച്ച് ഈ ആശീർവാദം ഏറ്റെടുക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.